സ്തോത്രം. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം. അവനത്രേ എൻ പാപഹരൻ, തജ്ജീവനാലെന്നെയും വീണ്ടെടുത്തോ. താഴ്ചയിൽ എനിക്കവൻ തണലേകി, താങ്ങി എന്നെ വീഴ്ചയിൽ വഴി നടത്തി. തുടച്ചെൻ്റെ കണ്ണുനീർ പൊൻകാരത്താ, തുടിക്കും നെന്മാനം സ്വർഗ സന്തോഷത്താ. കരകണതാഴിയിൽ വലയുവോരേ, കരുണയെ കാംക്ഷിക്കും മൃതപ്രായരേ. വാരികവൻ ചാരത്തു ബന്ധിതരേ, താറുമാവൻ കൃപ മനഃശാന്തിയതും. നമുക്കു മുൻ ചെന്നതം വിശുദ്ധന്മാരാ, അലങ്കൃതമായ തിരുവചനം. അനുദിനം താരുമാവൻ പുതുശക്തിയാ, അനുഭവിക്കും നദി സന്തോഷത്താ. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം. അവനത്രേ എൻ പാപഹരൻ, തൻ ജീവനാലെന്നെയും വീണ്ടെടുത്തു. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ വേദഭാഗം സഭാപ്രസംഗി എഴുതിയ പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങൾ. നിന്റെ യൗവന കാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. ദുർദിവസങ്ങൾ വരികയും എനിക്കിഷ്ടമില്ല എന്ന് നീ പറയുന്ന കാലം സമീപിക്കുകയും സൂര്യനും വെളിച്ചവും ചന്ദ്രനും നക്ഷത്രങ്ങളും ഇരുണ്ടു പോകുകയും മഴ പെയ്ത ശേഷം മേഘങ്ങൾ മടങ്ങി വരികയും ചെയ്യും മുൻപേ തന്നെ. അന്ന് വീട്ടുകാവൽക്കാർ വിറയ്ക്കും, ബലവാന്മാർ കുനിയും, അരയ്ക്കുന്നവർ ചുരുക്കമാകയാൽ അടങ്ങിയിരിക്കും. കിളിവാതിലുകളിൽ കൂടി നോക്കുന്നവർ അന്ധന്മാർ ആകും. തെരുവിലെ കതകുകൾ അടയും, അരയ്ക്കുന്ന ശബ്ദം മന്ദമാകും, പക്ഷികളുടെ ശബ്ദത്തിങ്കൽ ഉണർന്നു പോകും, പാട്ടുകാരത്തികളൊക്കെയും തളരുകയും ചെയ്യും. അന്ന് അവർ കയറ്റത്തെ പേടിക്കും, വഴിയിൽ ഭീതി ഉള്ളതായി തോന്നും. ബദാം വൃക്ഷം പൂക്കും, തുള്ളൻ ഇഴഞ്ഞു നടക്കും, രോചനക്കുരു ഫലിക്കാതെ വരും. മനുഷ്യൻ തൻ്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും. വിലാപം കഴിക്കുന്നവർ വീഥിയിൽ ചുറ്റി സഞ്ചരിക്കും. അന്ന് വെള്ളിച്ചരട് അറ്റുപോകും, പൊൻകിണ്ണം തകരും, ഉറവിങ്കിലെ കുടം ഉടയും, കിണറ്റിലെ ചക്രം തകരും. പൊടി പണ്ട് ആയിരുന്നതുപോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും. ആത്മാവ് അതിന് നൽകിയ ദൈവത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോയി പോകും. ഹാ, മായ മായ, സകലവും മായ എന്ന് സഭാപ്രസംഗി പറയുന്നു. ആമേൻ. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ആമേൻ. അല്പനിമിഷത്തെ ഒരു ചിന്തയ്ക്കായിട്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം 10-ാമത്തെ തിരുവചനം. ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ ഭയപ്പെടേണ്ട, ഭ്രമിക്കുകയും അരുത്. ആമേൻ. ഇന്നത്തെ ചിന്തയായി, ജീവിതത്തിൽ പ്രശ്നങ്ങളുടെ കൊടുങ്കാറ്റ് വരുമ്പോൾ നാം ഒറ്റയ്ക്കാണെന്ന് തോന്നും. ജോലി, കുടുംബം, സാമ്പത്തികം, ആരോഗ്യം എല്ലാം കൈവിട്ടു പോകുന്നത് പോലെ ഒരു തോന്നൽ. പക്ഷേ ദൈവം പറയുന്നു, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ദാവീദ് കൂരിൽ താഴ്വരയിൽ കൂടി നടന്നപ്പോഴും ദൈവത്തിന്റെ വടിയും കോലും അവനെ ആശ്വസിപ്പിച്ചു. സങ്കീർത്തനം 23:4. പ്രിയരെ, എന്താണ് വടി, എന്താണ് കോല്? ഹല്ലേലൂയ. ആമേൻ. ആവശ്യത്തിന് ആടുകൾക്ക് ഭക്ഷണങ്ങൾ, മരത്തിൻ്റെ ചില്ലകൾ താഴ്ത്തി കൊടുക്കുന്നതിന് വേണ്ടി, ഹല്ലേലൂയ, അറ്റം വളഞ്ഞിരിക്കുന്ന ഒരു കമ്പാണ് വടി എന്ന് പറയുന്നത്. അത് വെച്ച് മരത്തിൻ്റെ ചില്ലകൾ ആടുകൾക്ക് താഴ്ത്തി കൊടുക്കുന്നു. അപ്പോൾ ആവശ്യത്തിന് അവ എന്ത് ചെയ്യുന്നു? പച്ച ഇലകൾ അവ കഴിക്കുന്നു. സന്തോഷത്തോടെ ഇടയൻ്റെ കൂടെ വീണ്ടും നടക്കുന്നു. എന്നാൽ കോൽ എന്താണ്?
വഴിതെറ്റി കൂട്ടം വിട്ടു പോകുന്നതായ ആടുകൾക്ക് ചെറിയതായ തട്ടുകൾ കൊടുത്ത്, ആ കോലുകൊണ്ട് ചെറിയ തട്ടുകൾ കൊടുത്ത് വീണ്ടും ആ കൂട്ടത്തിലേക്ക് കൊണ്ടുവരുന്നു. ആമേൻ. നാം തെറ്റുകൾ ചെയ്യുമ്പോഴും ഹല്ലേലൂയ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിച്ച് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവ് പ്രാപിച്ച് ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ട മക്കളാണ് എങ്കിൽ അവർ ഹല്ലേലൂയ ആമേൻ ദൈവത്തിൻ്റെ വചന വായനയും പ്രാർത്ഥനയും കുറയുമ്പോൾ നമ്മുടെ കണ്ണ് ആ യേശു കർത്താവിൽ നിന്ന് നോട്ടം മാറുകയും ഈ ലോകത്തിൻ്റെതായ കൂത്തുകാഴ്ചകളിലേക്ക് നമ്മുടെ കണ്ണുകൾ പോകുമ്പോൾ ഹല്ലേലൂയ ആമേൻ നരകത്തിൽ പോകേണ്ട വ്യക്തികളാണെങ്കിൽ ദൈവം അങ്ങ് വിടുന്നു. കുറേ പ്രാവശ്യമൊക്കെ തിരിഞ്ഞു വരാൻ അവസരം കൊടുക്കുന്നു, കൊച്ചു കൊച്ചു അടികൾ കൊടുത്ത്. എന്നാൽ ഇല്ല എങ്കിൽ അങ്ങ് വിടുന്നു. എന്നാൽ ഒരു നിത്യജീവനുള്ള ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ട ഒരു വ്യക്തിയാണ് എങ്കിൽ ആമേൻ നാം ശരിയായ രീതിയിൽ ആ നിത്യജീവന്റെ പാതയിലേക്ക് വരുന്നത് വരെ കർത്താവ് കോലുകൊണ്ട് ചെറിയതായ തട്ടുകൾ തന്ന്, അത് ചിലപ്പോൾ ചില രോഗങ്ങളായിരിക്കാം, ചില ഭാരങ്ങളായിരിക്കാം, കുടുംബ പ്രശ്നമായിരിക്കാം, ഏതെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് കടന്നു വരുമ്പോൾ നാം പെട്ടെന്ന് ചിന്തിക്കുന്നു, കർത്താവേ ഞാൻ അങ്ങയിൽ നിന്ന് അകന്നു പോയത് കാരണം യേശുവേ എൻ്റെ സമാധാനം നഷ്ടപ്പെടുന്നു. ഈ ലോകത്തിൻ്റെ കൂത്തുകാഴ്ചകളിലേക്ക് നമ്മുടെ കണ്ണുകൾ പോകുമ്പോൾ ഹല്ലേലൂയ ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾ അറിയുവാനായി നാം ആഗ്രഹിച്ച് നമ്മുടെ മനസ്സ് ലോകത്തിലേക്ക് തിരിയുമ്പോൾ സാത്താൻ അതിലൂടെ കടക്കുവാൻ നമ്മുടെ വാതിലുകളെ തുറന്നു കൊടുക്കുന്നതാണ്. ആമേൻ. യേശു കർത്താവ് വെള്ളത്തിൻ്റെ മേൽ നടക്കുന്നത് കണ്ടപ്പോൾ പത്രോസ് പറയുന്നു, കർത്താവേ എനിക്കും വെള്ളത്തിൻ്റെ മീതെ നടക്കണം, ഞാനും വന്നോട്ടെ എന്ന് ചോദിക്കുമ്പോൾ വരുവാനായി യേശു കർത്താവ് അനുവാദം കൊടുക്കുന്നു. എന്നാൽ ആ ഹല്ലേലൂയ വള്ളത്തിൽ നിന്ന് ഇറങ്ങി യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി പത്രോസ് വെള്ളത്തിൻ്റെ മീതെ നടന്നപ്പോൾ യാതൊരു കുഴപ്പവുമില്ലാതെ നടക്കാൻ കഴിഞ്ഞു. എന്നാൽ ആ യേശുവിൽ നിന്നുള്ള നോട്ടം മാറി പത്രോസിന്റെ കണ്ണ് ഈ ഹല്ലേലൂയ ആ വെള്ളത്തിലേക്ക് ആയപ്പോൾ പത്രോസ് വെള്ളത്തിലേക്ക് താഴുവാൻ ഇടയായി. ആമേൻ. എന്നാൽ യേശു കർത്താവ് അവിടെ വിടുന്നില്ല. ആ വെള്ളത്തിൽ താഴ്ന്നു പൊക്കോട്ടെ എന്ന് പറഞ്ഞ് മനുഷ്യരാണെങ്കിൽ ഉടനെ പറയുമായിരുന്നു, എന്നെ നോക്കാതെ നീ മറ്റൊരാളിലേക്ക് നോക്കിയത് കൊണ്ടല്ലേ നിനക്കിത് സംഭവിച്ചത് എന്ന് പറയും. എന്നാൽ 70 വട്ടം ക്ഷമിക്കുന്ന യേശു കർത്താവ് ഹല്ലേലൂയ ആമേൻ പത്രോസിനെ വലങ്കരം പിടിച്ചിട്ട്, അല്പവിശ്വാസിയെ നീ ഭയപ്പെടുന്നത് എന്തിനി എന്ന് ചോദിച്ച് അവൻ്റെ വിശ്വാസം വർദ്ധിക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ ആമേൻ. ഇന്ന് നീ ഭയപ്പെടുന്ന കാര്യം എന്താണ്? ആ ഭയത്തെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വയ്ക്കുക. അവൻ നിന്റെ വലങ്കൈ പിടിച്ചിരിക്കുന്നു, നീ വീഴുവാൻ അവൻ സമ്മതിക്കയില്ല. ഹല്ലേലൂയ ആമേൻ. ദൈവത്തെ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതൽ ഹല്ലേലൂയ പ്രാർത്ഥനയും വചന വായനയും ദൈവത്തിൻ്റെതായ ആലോചനകൾ കേൾക്കുന്നത് കുറയുമ്പോൾ അടുത്ത് ഹല്ലേലൂയ നാം പിശാചിന് നമ്മിലേക്ക് കയറുവാനുള്ള വാതിൽ തുറന്നു കൊടുത്തു കഴിയും. ഹല്ലേലൂയ പിശാച് ആദ്യം ചെറിയൊരു കാഴ്ച കാണിക്കുന്നു, അത് കാണുന്നു, ഇഷ്ടപ്പെടുന്നു, വീണ്ടും 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 അതിൻ്റെ ആഴത്തിലേക്ക് ഹല്ലേലൂയ ആ നിത്യ ജീവന്റെ പാതയിൽ നിന്ന് നിത്യ നരകത്തിന്റെ വഴിയിലേക്ക് തിരിക്കുക. ഒരു ദൈവ പൈതലിന്റെ ലക്ഷ്യം തെറ്റിക്കുക എന്നതാണ് സാത്താന്റെ തന്ത്രം. ആമേൻ. അതാണ് ദൈവത്തിന്റെ വചനം നമ്മോട് ചോദിക്കുന്നത്, പിശാചിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. ഹല്ലേലൂയ ആമേൻ. വളരെയധികം വ്യക്തമായി ദൈവത്തിന്റെ വചനത്തിലൂടെ ദൈവം നമുക്കോട് മുന്നറിയിപ്പ് തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ ആമേൻ. അപ്പൊ നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കുന്ന പരിശുദ്ധാത്മാവിനെ തള്ളി പുറത്താക്കിയിട്ട് പിശാചിന്റെ ചിന്തകൾ നാം ചിന്തിക്കുമ്പോൾ അവന് കയറുവാനുള്ള ഇടം കൊടുക്കുകയാണ്. ഹല്ലേലൂയ. ആദ്യം ഒരു ലോകത്തിന്റെ ഒരു കാഴ്ച കാണിക്കുന്നു, അത് കാണുന്നു, സന്തോഷിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നത് സന്തോഷിപ്പിൻ, എപ്പോഴും സന്തോഷിപ്പിൻ, കർത്താവിൽ സന്തോഷിപ്പാനാണ്. ദൈവവചനം വായിച്ചും പാട്ടുപാടിയും പ്രാർത്ഥിച്ചും ഹല്ലേലൂയ ദൈവവചനം കേട്ട് നമുക്ക് സന്തോഷിക്കാം. അല്ലാതെ ഈ ലോകത്തിന്റെ കൂത്തുകാഴ്ച കണ്ട് സന്തോഷിക്കുവാൻ നമ്മുടെ ശരീരത്തെ വിട്ടുകൊടുത്താൽ, പിശാചിന് കയറുവാൻ വാതിൽ തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ ഹല്ലേലൂയ നമ്മുടെ ശരീരത്തിലെ ഇന്ദ്രിയങ്ങളായ 5 ഇന്ദ്രിയങ്ങളിലൂടെ പിശാചിന് കയറുവാൻ കഴിയും. കണ്ണ്, ചെവി, ഹല്ലേലൂയ മൂക്ക്, നാക്ക്, ത്വക്ക്. ഹല്ലേലൂയ ഇത്
ദൈവം വസിക്കുന്നതായ ശരീരം. ഹല്ലേലൂയ, ആമേൻ. ദൈവത്തിന്റെ മന്ദിരമാണ് ദൈവമക്കളുടെ ശരീരം എന്നുള്ളത്. ഈ ശരീരത്തെ പിശാചിന് വാടകയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവൻ കയറി അറക്കുവാനും മുട്ടിക്കുവാനും നശിപ്പിക്കുവാനുമാണ് പിശാച് വരുന്നത്. എന്നാൽ യേശു വന്നത് ജീവൻ തരുവാൻ, സമൃദ്ധിയായ ജീവൻ തരുവാൻ വന്ന യേശുവിനെ വിട്ടിട്ട് പിശാചിനിഷ്ടമുള്ള പ്രവൃത്തി ചെയ്യുവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ഹല്ലേലൂയ, പിശാച് നമ്മെ വിലക്കെടുത്തിട്ട്, യേശു കർത്താവ് തൻ്റെ രക്തം വിലയ്ക്ക് തന്ന് നമ്മെ വീണ്ടെടുത്തു യേശുവിൻ്റെ മക്കളാക്കി. നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും കിടന്ന് നമ്മെ ക്രിസ്തുവാകുന്ന പാറയിലേക്ക് അടുപ്പിച്ച് ആ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന ദൈവത്തിൻ്റെ വചനം പോലെ യേശുവിൻ്റെ രക്തത്താലും വചനത്താലും കഴുകി നമ്മെ ശുദ്ധീകരിച്ചാണ് യേശുവിൻ്റെ മക്കളാക്കിയിരിക്കുന്നത്. ഹല്ലേലൂയ, ആമേൻ. നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും കഴിഞ്ഞ നാളുകളിൽ കിടന്നതായ വ്യക്തികളായിരുന്നു നാം ഓരോരുത്തരും. എന്നാൽ ഹല്ലേലൂയ, യേശു കർത്താവ് തൻ്റെ രക്തം വില കൊടുത്ത്, കാൽവരി ക്രൂശിൽ വില കൊടുത്താണ് നമ്മെ വിലയ്ക്ക് വാങ്ങിയത്. ഒരു പാപിയായിരിക്കുന്ന മനുഷ്യന്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം വരുമ്പോൾ, അത് ദൈവവചനം വായിക്കുമ്പോഴായാലും ദൈവവചനം മറ്റുള്ളവർ പറഞ്ഞ് കേൾക്കുമ്പോഴായാലും ഒരാളുടെ അനുഭവ സാക്ഷ്യം പറയുമ്പോഴായാലും, ഹല്ലേലൂയ, അല്ലെങ്കിൽ ദൈവശബ്ദം കേട്ടിട്ടായാലും ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ, ഹല്ലേലൂയ, ആമേൻ, സാധാ മനുഷ്യരെല്ലാം കല്ലുപോലുള്ള പഴയ ഹൃദയം നമുക്കും ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ യേശു കർത്താവിനോട് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചപ്പോഴാണ് യേശു കർത്താവ് വസിക്കുന്ന മാംസളമായൊരു ഹൃദയം കർത്താവ് നമുക്ക് തന്നത്. ആ ഹൃദയത്തിൽ മാത്രമേ പരിശുദ്ധാത്മാവിന് വസിക്കുവാൻ കഴിയുകയുള്ളൂ. പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞ് പകരുകയില്ല, എന്നാൽ തുരുത്തി തകർന്നു പോകും. ഹല്ലേലൂയ, ആമേൻ. നമ്മുടെ ജീവിതത്തെ, ഹല്ലേലൂയ, ആമേൻ, ആ പരിശുദ്ധാത്മാവ് തന്നെ നിയന്ത്രിക്കണം, നടത്തണം. ഇല്ല എങ്കിൽ, ഹല്ലേലൂയ, ആമേൻ, ഒരു മനുഷ്യനിൽ ഒന്നുകിൽ ദൈവത്തിന്റെ ആത്മാവായ പരിശുദ്ധാത്മാവ് നിയന്ത്രിച്ച് നടത്തും, ഇല്ല എങ്കിൽ സാത്താന്റെ ആത്മാവ് അവനെ നിയന്ത്രിച്ച് നടത്തുവാൻ ഇടയായിത്തീരും. ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5:19 പറയുന്നത് പോലെ ആത്മാവിന്റെ പ്രവൃത്തികളിൽ നമ്മിൽ വെളിപ്പെടും. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വന്നു കഴിയുമ്പോൾ, ഹല്ലേലൂയ, ആമേൻ, ഒന്നാമതായി ആ വ്യക്തിക്ക് പാപബോധമുണ്ടാകുന്നു. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ കടന്നു വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്നു. ഹല്ലേലൂയ. അപ്രകാരം ബോധം വന്ന ഒരു വ്യക്തി ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിക്കുന്നു, യേശുവേ, എൻ്റെ പാപം ക്ഷമിക്കണമേ. ഹല്ലേലൂയ, ആമേൻ. എൻ്റെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെ വന്നുപോയ സകല പാപവും ക്ഷമിക്കണമേ എന്ന് ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ യേശു കർത്താവ് നമ്മുടെ പാപങ്ങളെ, യോബിന്റെ പുസ്തകത്തിൽ വായിക്കുന്നത്, നമ്മുടെ പാപങ്ങളെ കടലിന്റെ ആഴങ്ങളിലേക്ക് എറിഞ്ഞു കളഞ്ഞു എന്നാണ്. പിന്നെ അത് കർത്താവ് ഓർക്കുന്നില്ല. ഹല്ലേലൂയ. അത് യേശു കർത്താവ് ക്ഷമിക്കുന്നു, അത് മായ്ച്ചു കളയുന്നു ആ പാപത്തെ. എന്നാൽ മനുഷ്യർ നമ്മുടെ ജീവിതത്തിൽ എന്ത് തന്നെ നാം മറന്നു അല്ലെങ്കിൽ ക്ഷമിച്ചു എന്ന് പറഞ്ഞാൽ അത് മറക്കാതെ ഹൃദയത്തിന്റെ ഉള്ളിനകത്ത് എവിടെയെങ്കിലും ഒളിച്ചു വച്ചിരിക്കും. ഓരോ അവസരങ്ങൾ വരുമ്പോൾ അത് പുറത്തെടുക്കുകയും അത് മറ്റുള്ളവരോട് പറയുകയും ചെയ്യുന്നു. എന്നാൽ യേശു കർത്താവ്, നാം യേശുവിനോട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ യേശു കർത്താവ് അത് ക്ഷമിക്കുകയും അത് മറക്കുകയും ചെയ്യുന്നു. പാപങ്ങളെ യേശുവിൻ്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കുന്നു. ആമേൻ. ഒരു ശുദ്ധ മനസ്സാക്ഷിയായി തീരുന്നു. ഹല്ലേലൂയ. അങ്ങനെ പരിശുദ്ധാത്മാവ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയിൽ കാണുന്നത് ഒരു വൃക്ഷത്തിന്റെ ഫലം കൊണ്ട് അതിനെ തിരിച്ചറിയുന്നത് പോലെ ഒരു മനുഷ്യന്റെ സ്വഭാവം കൊണ്ട് ആ മനുഷ്യൻ എന്താണ്, അതിൽ ഏത് ആത്മാവാണ് വ്യാപരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായി കഴിയുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിച്ച് നടത്തപ്പെടുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ ആ വ്യക്തിയിൽ സന്തോഷം കാണുന്നു, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവും ഇല്ല. ഈ വക ഫലങ്ങൾ ഒരു വ്യക്തി സംസാരിക്കുമ്പോഴും അവരുടെ ജീവിതത്തിൽ ഇത് കാണുന്നു എങ്കിൽ മാത്രമേ ആ വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നു, പരിശുദ്ധാത്മാവാണ് നിയന്ത്രിച്ച് നടത്തുന്നത് എന്ന് അറിയുവാനായി കഴിയും. ഇല്ല എങ്കിൽ, ദൈവാത്മാവ് വസിക്കാത്ത ഒരു വ്യക്തി പാപത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയിൽ കാണുന്ന ജഡത്തിന്റെ സ്വഭാവങ്ങളായ
ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ഈ സ്വഭാവം നമ്മിലുണ്ട് എങ്കിൽ നമ്മിൽ പിശാചാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കുകയും നാം നിത്യനരകത്തിന്റെ വഴിയിലേക്കാണ് നാം പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നും ഓരോ വ്യക്തികളും മനസ്സിലാക്കേണ്ടത് ആണ്. മനുഷ്യർ ജീവിച്ചിരിക്കുമ്പോൾ അവരവരുടെ പാപങ്ങൾ യേശുവിനോട് ഏറ്റുപറഞ്ഞുപേക്ഷിക്കുവാനായി കഴിയും. യേശുവേ, ഞാനൊരു പാപിയാണ്, എൻ്റെ പാപം ക്ഷമിക്കണമേ, യേശുവിൻ്റെ രക്തത്താലും വചനത്താലും എന്നെ കഴുകണമേ, ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായം പഠിക്കുമ്പോൾ നിന്റെ പാപം എത്ര കടുചുവപ്പായാലും അത് ഹിമം പോലെ വെളുപ്പിക്കാം എന്ന് യേശു കർത്താവ് പറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ മരിച്ചതിന് ശേഷം ഒരു വ്യക്തിയുടെ ആത്മാവിന് വേണ്ടി പൂജകളോ കർമ്മങ്ങളോ ചെയ്ത് ആ വ്യക്തിയുടെ ആത്മാവിനെ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കയറ്റുവാൻ കഴിയുകയില്ല. ആമേൻ. അങ്ങനെയാണ് എങ്കിൽ ധനവാനായ ഒരു മനുഷ്യനെ കുറിച്ച് ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ കർത്താവ് പറയുന്നുണ്ട്. ഹല്ലേലൂയ. ഒരു പണക്കാരൻ ധനവാൻ മരിച്ച് യാതനാ സ്ഥലത്ത് പാതാളത്തിലേക്ക് കടന്നുപോയി. എന്നാൽ അവന്റെ പടിപ്പുരയ്ക്കൽ അവന്റെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്ന് ജീവിച്ച ലാസർ എന്ന ഹല്ലേലൂയ ആമേൻ ദരിദ്രനായൊരു മനുഷ്യൻ ശരീരം മുഴുവൻ വ്രണം നിറഞ്ഞവനായി കാണപ്പെട്ടു. എന്നാൽ ആ മനുഷ്യന് മരിച്ച് അബ്രഹാം പിതാവിന്റെ മടിയിൽ പർദീസയിൽ ഇരിക്കുന്നത് കണ്ടപ്പോഴാണ് ഹല്ലേലൂയ ആമേൻ ധനവാൻ നിലവിളിക്കുന്നത്. തീയിൽ കിടന്ന് യാതന അനുഭവിക്കുകയാണ് പാതാളത്തിൽ. അപ്പോ മുകളിലേക്ക് നോക്കിയപ്പോൾ അബ്രഹാം പിതാവിന്റെ മടിയിൽ പർദീസയിൽ ലാസർ ഇരിക്കുന്നത് കണ്ടിട്ട് പറയുകയാണ്, അബ്രഹാം പിതാവേ, എന്നോട് കരുണ തോന്നണമേ, എന്നോട് മനസ്സലിഞ്ഞ് ആ ലാസറിന്റെ ചെറിയ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ ഒന്ന് തണുപ്പിക്കുവാനായി അയക്കണമേ എന്ന്. അപ്പോൾ അബ്രഹാം പിതാവ് പറയുന്നു, സ്വർഗത്തിൽ നിന്നൊരാളിന് പാതാളത്തിലേക്ക്, പാതാളത്തിൽ നിന്നൊരാളിന് സ്വർഗത്തിലേക്ക് വരുവാനായി കഴിയുകയില്ല. എന്നാൽ ആ സമയത്ത് ധനവാൻ അബ്രഹാം പിതാവിനോട് പറയുന്നത്, എന്നാൽ എനിക്ക് 5 സഹോദരന്മാർ ലോകത്ത് ജീവിച്ചിരിക്കുന്നു, അവരോട് പോയി ലാസറിനെ അവരുടെ അടുക്കലേക്ക് അയച്ച് ഹല്ലേലൂയ ഈ യേശു മാത്ര രക്ഷകൻ എന്നുള്ള പാപങ്ങൾ ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് മാനസാന്തരപ്പെടണം എന്ന് അവരെ അറിയിക്കണമേ എന്ന് പറയുമ്പോൾ അബ്രഹാം പിതാവ് പറയുകയാണ്, അവിടെ അവരോട് പറയുവാൻ മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവർക്ക് ദൈവവചനം ഉണ്ടല്ലോ, അവർ ഈ സത്യം കേട്ടിട്ടുണ്ടല്ലോ. അങ്ങനെയുള്ളവർ പറഞ്ഞിട്ട് വിശ്വസിക്കാത്തവർ സ്വർഗത്തിൽ നിന്ന് ഒരാൾ പോയി പറഞ്ഞാലും വിശ്വസിക്കുകയില്ല എന്ന് അബ്രഹാം പിതാവ് ധനവാനോട് പറയുകയാണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, മരിച്ചതിന് ശേഷം ഒരു വ്യക്തിയുടെ ആത്മാവിനെ നിത്യനരകത്തിൽ നിന്ന് നിത്യസൗഭാഗ്യമായ സ്വർഗരാജ്യത്തിലേക്ക് കയറ്റുവാൻ കഴിയുകയില്ല എന്ന് ജീവനോടെ ഇരിക്കുന്ന മനുഷ്യർ കേൾക്കേണ്ടതും അറിയേണ്ടതുമാണ്. മനുഷ്യർ ജീവിച്ചിരിക്കുമ്പോൾ അവരവർക്ക് യേശുവിനോട് പാപങ്ങൾ ഏറ്റുപറഞ്ഞുപേക്ഷിച്ചാൽ യേശു കർത്താവ് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് യേശുവിൻ്റെ രക്തത്താലും വചനത്താലും നമ്മെ കഴുകി ശുദ്ധീകരിപ്പാൻ ഇടയായി തീരും. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് നീ ഭയപ്പെടുന്ന കാര്യം എന്താണ്? ആ ഭയത്തെ ദൈവത്തിന്റെ സന്നിധിയിൽ വയ്ക്കുക. അവൻ നിന്റെ വലങ്കൈ പിടിച്ചിരിക്കുന്നു, നീ വീഴുവാൻ അവൻ സമ്മതിക്കുകയില്ല. എന്തുകൊണ്ടാണ് നാം ഭയം നമ്മിൽ വരുന്നത്? ഭയം ആദ്യമായി തുടങ്ങിയത് എവിടെയാണ് എന്ന് നാം നോക്കുമ്പോൾ, ആദ്യ മനുഷ്യനായി ആദാമിനെയും ഹവ്വയെയും ദൈവം ഏദൻ തോട്ടത്തിൽ സൃഷ്ടിച്ചാക്കുന്നു. ഏദൻ തോട്ടത്തിലെ മനുഷ്യർക്ക് ആവശ്യമായ സകലവും സൃഷ്ടിച്ചതിന് ശേഷമാണ് ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും തൻ്റെ സ്വന്തം കൈ കൊണ്ട് മണ്ണുകൊണ്ട് മനുഷ്യനെ മെടഞ്ഞിട്ട് അതിൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. അപ്പൊ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ആ ജീവൻ ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവം തന്നതാണ്. ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് ദൈവം മനുഷ്യനെ സ്വന്തം കൈ കൊണ്ട് സൃഷ്ടിച്ചത്. ബാക്കിയെല്ലാം ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ സകലതും ഉണ്ടായി.
ഹല്ലേലൂയ. എന്നാൽ മനുഷ്യനെ അപ്രകാരം വാക്കുകൊണ്ട് ദൈവം സൃഷ്ടിക്കാതെ ദൈവം തൻ്റെ കൈ കൊണ്ട് ദൈവത്തിന് ഇഷ്ടമുള്ളതുപോലെ മെനഞ്ഞെടുത്തു. ഒരു കുശവൻ തനിക്കിഷ്ടമുള്ളൊരു പാത്രം മെനഞ്ഞെടുക്കുന്നത് പോലെ പിതാവായ ദൈവം മനുഷ്യനെ ഹല്ലേലൂയ സ്വന്തം ഇഷ്ടപ്രകാരം ദൈവത്തിൻ്റെ ഛായയിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. ഏദൻ തോട്ടത്തിലാക്കിയിട്ട് ദൈവം അവരോട് കൽപ്പിച്ചത്, നിങ്ങൾ തോട്ടം കാക്കണം, തോട്ടത്തിൽ വേല ചെയ്യണം. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് തോട്ടം കാക്കണം എന്ന് പറഞ്ഞത്? തോട്ടം ദൈവത്താൽ ഹല്ലേലൂയ വേലി കെട്ടി കാത്തിരുന്നതായ ഹല്ലേലൂയ ഇടമായിരുന്നു. അതിനകത്തേക്ക് പിശാച് കയറുവാനായി സാധ്യതയുണ്ട്. ഹല്ലേലൂയ. നാം എന്തുകൊണ്ടാണ് നമ്മുടെ വീട്ടിന് ചുറ്റും ഹല്ലേലൂയ ആമേൻ മതിൽ കെട്ടുന്നത്? മറ്റുള്ളവർ ഉള്ളിൽ കടന്ന് നമ്മെ ശല്യം ചെയ്യാതിരിക്കാനും ഇവിടെയുള്ള സാധനങ്ങൾ പുറത്തെടുത്തുകൊണ്ട് പോകാതിരിക്കുവാനുമാണ്. ഇതുപോലെ ഏദൻ തോട്ടത്തെ കാക്കുന്ന ജോലിയാണ് ആദാമിന് ദൈവം ഏൽപ്പിച്ചത്. ആ തോട്ടത്തിൽ വേല ചെയ്യണം, ചുമ്മാതിരുന്ന്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു, വേല ചെയ്യുവാൻ മനസ്സില്ലാത്തവൻ തിന്നുകയും അരുത്. നമുക്ക് കഴിയുന്ന ജോലികൾ ചെയ്യണം. ഹല്ലേലൂയ. ജോലികൾ ചെയ്ത് ഹല്ലേലൂയ വേല ചെയ്ത് കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ ദൈവം നമ്മെ മാനിക്കുവാനിടയായിത്തീരുന്നു. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസും സ്വന്തം കൈയാൽ അധ്വാനിച്ച് കൂടാരപ്പണി ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്തു എന്ന് കാണുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവം അനുവദിക്കുന്ന സമയമൊക്കെയും അപ്രകാരം വേല ചെയ്തുകൊണ്ട് നാം ഏത് ജോലി ചെയ്താലും ആ ജോലിയിൽ കൂടെ തന്നെ യേശു എന്ന രക്ഷകനെ നമ്മുടെ അരികിൽ കടന്നു വരുന്നവരോട്, ഭാരത്തോടെ നിരാശയോടെ ആയിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളോട്, യേശു എനിക്ക് സമാധാനം തന്നു, ആ യേശുവിനോട് പ്രാർത്ഥിച്ചാൽ യേശു നിങ്ങൾക്ക് സമാധാനം തരുമെന്ന് ഒരു വാക്ക്, ഒരു വിത്ത് അവരുടെ ഹൃദയത്തിൽ ഇടുവാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം സഫലമായി. നിത്യനരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തി ഈ ലോകത്തിലെ സകലതുമുണ്ട്, എന്നാൽ ഹല്ലേലൂയ ആമേൻ സ്വസ്ഥതയും സമാധാനവും ഇല്ലാതെ ഭാരത്തോടെ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന വ്യക്തികളാണ് നമ്മുടെ അരികിലേക്ക് യേശു കർത്താവ് കൊണ്ടുവരുന്നത്. ഹല്ലേലൂയ. അത് ജോലിയിൽ കൂടെയുള്ളവരായിരിക്കാം, നമ്മുടെ സുഹൃത്തുക്കളായിരിക്കാം. ഹല്ലേലൂയ ആമേൻ. പ്രിയപ്പെട്ടവർ ആര് തന്നെ ആയാലും ഏത് വിഷയത്തിൽ ഭാരത്തോടെ ഇരുന്നാലും നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും യേശുവിൻ്റെ ചുമലിൽ ഇട്ടുകൊള്ളുവാൻ അരുളി ചെയ്ത യേശു കർത്താവിനെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുവാൻ മനസ്സുണ്ടെങ്കിൽ ഹല്ലേലൂയ അവർക്ക് ഹല്ലേലൂയ യേശു കർത്താവ് പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല എന്നരുളി ചെയ്ത യേശുവിൻ്റെ സമാധാനത്താൽ സകല വ്യക്തികളുടെയും ഹൃദയങ്ങൾ നിറയുവാനിടയായി തീരും. ആമേൻ. ലോകത്തിൽ ഒരു മനുഷ്യരും പറഞ്ഞിട്ടില്ല എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്ന്. ഹല്ലേലൂയ. എന്നാൽ യേശു കർത്താവ് പറഞ്ഞതുമാണ്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല എന്ന്. ഹല്ലേലൂയ. അപ്രകാരം ആ യേശുവിൻ്റെ സ്നേഹവും സമാധാനവും നാം അനുഭവിക്കുന്നുണ്ട് എങ്കിൽ ആ സ്നേഹത്തെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. സ്തോത്രം. അതിനു വേണ്ടിയാണ് നമ്മുടെ അരികിൽ മറ്റുള്ളവരെ ദൈവം എത്തിക്കുന്നത്. ഹല്ലേലൂയ. ഈ കാര്യം നാം ദിവസം മുഴുവൻ ഓർക്കുക. നാം തനിച്ചല്ല, ദൈവം നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു എന്ന്. ഹല്ലേലൂയ ആമേൻ. ആ കർത്താവ് നമ്മെ വലങ്കരം പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നാം ഇന്ന് അനുഭവിക്കുന്ന രോഗമോ കഷ്ടമോ പ്രയാസമോ കുടുംബ പ്രശ്നമോ എന്ത് തന്നെ ആയാലും ഹല്ലേലൂയ നമ്മുടെ സകല ചിന്താകുലങ്ങൾ യേശുവിൻ്റെ ചുമലിൽ വച്ചിട്ട് നാം ഒന്ന് ഫ്രീ ആയി, യേശുവേ എൻ്റെ ജീവിതത്തിലെ കുറവുകളാണ്, പിശാചിന് കയറുവാൻ ഞാൻ ഇടം കൊടുത്തതാണ്. ഏദൻ തോട്ടത്തിൽ ദൈവം സൃഷ്ടിച്ചാക്കിയപ്പോൾ തേജസ്സിന്റെ വസ്ത്രം അവരെ അണിയിച്ചിരുന്നു. ഹല്ലേലൂയ. എന്നാൽ ദൈവം കൽപ്പിച്ചതായ വൃക്ഷത്തിന്റെ ഫലം, ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നരുത്. തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന ബാക്കിയെല്ലാം നിങ്ങൾക്ക് തിന്നാം. 99.9% കാര്യങ്ങളും അതിനകത്തുള്ളത് നിങ്ങൾക്ക് തിന്നാൻ അനുവാദം കൊടുത്തു. എന്നാൽ ഒരു കുഞ്ഞു കാര്യം മാത്രമാണ് ദൈവം അവരോട് പറഞ്ഞത്, അനുസരിക്കുമോ ഇല്ലയോ എന്നറിയുന്നതിന് വേണ്ടി. ഹല്ലേലൂയ ആമേൻ. അങ്ങനെ ആ ദൈവം കൊടുത്ത ഒരു കാര്യം മാത്രം അവർക്കത് ഹല്ലേലൂയ ആമേൻ സൂക്ഷിക്കുവാനായി കഴിഞ്ഞില്ല. ദൈവം കൽപ്പിച്ചത്
ഈ തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന ജീവവൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ ഹല്ലേലൂയ നന്മ തിന്മകളെ കുറിച്ച് അറിയുന്ന വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ തിന്നരുത്, തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും എന്ന് ദൈവം അരുളി ചെയ്തു. ഹല്ലേലൂയ. ഇത് മനസ്സിലാക്കി മനുഷ്യനെ പിശാച് വഴി തെറ്റിച്ച്, അതായത് ഒരു സംശയമാണ് ഉള്ളിൽ കടത്തിവിടുന്നത്. വാസ്തവമായി ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? അത് എങ്ങനെയാണ് പിശാചിന് അവിടെ കയറുവാൻ ഇടയായി തീർന്നത്? ആദാമിൻ്റെ കൂടെ ഹവ്വ വേല ചെയ്യുമ്പോൾ കൂടെ ഉണ്ടായിരുന്നു എങ്കിൽ ഹല്ലേലൂയ ഹവ്വയുടെ അടുക്കലേക്ക് പിശാചിന് കയറുവാൻ ഇടയില്ലായിരുന്നു. എന്നാൽ പിശാച് ഇവരുടെ ഉള്ളിൽ കടക്കുവാനുള്ള അനുകൂല സാഹചര്യം ആ തോട്ടത്തിനകത്ത് ഹവ്വ ഒരുക്കി കൊടുക്കുവാൻ ഇടയായി തീർന്നു. അല്ല എങ്കിൽ ആദാമിന് പറയാമായിരുന്നു, നീ എൻ്റെ കൂടെ വരണം എന്ന് പറഞ്ഞ് ആദാം ഹവ്വയെ കൂടെ കൊണ്ടുപോയിരുന്നു എങ്കിൽ, ആദാം നിൽക്കുന്ന സ്ഥലത്ത് തന്നെ ഹവ്വയും ഉണ്ടായിരുന്നു എങ്കിൽ പിശാചിന് മൂന്നാമനായി അവിടെ ഹല്ലേലൂയ പിശാച് കടന്നു വരികയില്ലായിരുന്നു. എന്നാൽ ഹവ്വ ഒറ്റയ്ക്കായിരുന്നപ്പോൾ അനേക നാളുകളിൽ ഈ തോട്ടത്തിനകത്ത് കടക്കുവാൻ ഇടം നോക്കി ഒളിച്ചും പാത്തും നടന്ന പിശാച് ഹല്ലേലൂയ ആമേൻ സാത്താൻ ഹവ്വയുടെ അരികിൽ കടന്നു വന്നിട്ട് പറയുകയാണ്. ആദ്യ കുശലമൊക്കെ പറഞ്ഞു, സന്തോഷമായി കുറേ നാളൊക്കെ കാര്യവും പറഞ്ഞ് നടന്നിട്ട്, വാസ്തവമായി ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ ഈ വൃക്ഷഫലം തിന്നാമെന്ന്? അപ്പൊ പറയണ അങ്ങനെയില്ല. ഹല്ലേലൂയ ആമേൻ. തുടരുത്, നോക്കരുത്, ഇങ്ങനെയൊക്കെ പറഞ്ഞു. എന്നാൽ ദൈവം പറയാത്ത കാര്യം കൂടെ ഹവ്വ പറയുന്നു, നോക്കുകയും അരുത് എന്ന്. ഹല്ലേലൂയ തൊടുകയും അരുത്. ഹല്ലേലൂയ വൃക്ഷഫലം തിന്നരുത് എന്ന് മാത്രമേ ദൈവം കൽപ്പിച്ചിട്ടുള്ളൂ. അപ്പൊ അവിടെ ഒന്നാമതായി കള്ളം പറയുമ്പോൾ സാത്താന് കയറുവാൻ, ആ ഏദൻ തോട്ടത്തിൽ കയറുവാനുള്ള ഒന്നാമത്തെ വാതിൽ തുറന്നിടുകയാണ്. ഹല്ലേലൂയ ഹോഷ്കു പറയുന്ന, കള്ളം പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിലത്രേ. ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഒരു കള്ളം മതി സാത്താന് കയറാനുള്ള ഇടമായി തീരുവാൻ. ഹല്ലേലൂയ ആമേൻ. അതുകൊണ്ട് നമ്മുടെ വാക്കെല്ലാം ഇപ്പോഴും ഉവ് ഉവ് എന്നും ഇല്ല ഇല്ല എന്നും തന്നെ ആയിരിക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ സ്തോത്രം ആമേൻ. ഈ ഏദൻ തോട്ടത്തിനകത്ത് ഹവ്വ വൃക്ഷഫലം പറിച്ചു തിന്ന് ആദാമിന് കൊടുത്തപ്പോൾ അവരുടെ ആത്മീയത കണ്ണു തുറക്കുവാനിടയായി തീർന്നു. അവർ നോക്കിയപ്പോൾ ആ പാപം ദൈവം കൽപ്പിച്ചതായ ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം ചെയ്തപ്പോൾ, ആ കൽപ്പന ലംഘിച്ചപ്പോൾ അവരിൽ ദൈവം അണിയിച്ചിരുന്നതായ ആ തേജസ്സിന്റെ വസ്ത്രം, ആ സാത്താൻ കാണാതെ അവരെ മൂടി മറച്ചിരുന്നതായ തേജസ്സിന്റെ വസ്ത്രം അവിടെ നഷ്ടപ്പെടുകയാണ്. പാപം ചെയ്യുമ്പോൾ ഹല്ലേലൂയ പാപിയായിരിക്കുന്ന ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ്? യേശുവേ ഞാനൊരു പാപിയാണ്, എൻ്റെ പാപം ക്ഷമിക്കണമേ, എൻ്റെ പാപത്തിന് വേണ്ടിയാണ് യേശു കാൽവരി ക്രൂശിൽ യാഗമായത് എന്നും യേശു കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ദൈവമായി ഇന്നും എനിക്കായി ജീവിക്കുന്നു എന്ന് നിത്യ നരകത്തിൽ നിന്നുള്ള രക്ഷയ്ക്കായി ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അങ്ങനെ രക്ഷാ അനുഭവം പ്രാപിച്ച ഒരു വ്യക്തിക്ക് ആ തേജസ്സിന്റെ വസ്ത്രം ദൈവം മൂടുന്നു. സാത്താൻ കാണാതെ ദൈവം മൂടി മറയ്ക്കുന്നതാണ്. അത് ആ മനുഷ്യന്, രക്ഷിക്കപ്പെടുന്ന മനുഷ്യന് യേശുവിന്റെ രക്തത്താൽ മുദ്രയിട്ട്, വചനത്താൽ മുദ്രയിട്ട് കാക്കുകയാണ്. എന്നാൽ പാപം ചെയ്യുമ്പോൾ ആ രക്ഷയുടെ വസ്ത്രം നഷ്ടമായി തീരുന്നു. അങ്ങനെ ആ ഏദൻ തോട്ടത്തിൽ പാപം ചെയ്തപ്പോൾ, തിന്നരുതെന്ന് പറഞ്ഞ വൃക്ഷഫലം തിന്ന് ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചപ്പോൾ അവരുടെ ദൈവം നൽകിയിരിക്കുന്ന ആ തേജസ്സിന്റെ വസ്ത്രം നഷ്ടപ്പെടുകയും അവർ നഗ്നരാണെന്ന് അറിയുകയും ചെയ്യുന്നു. അപ്പൊ ദൈവം എല്ലാ ദിവസവും വൈകുന്നേരം അവരോട് കൂടെ ഏദൻ തോട്ടത്തിനകത്ത് നടന്ന് കാര്യം പറഞ്ഞ് നടക്കുകയാണ്. അപ്പനും മക്കളും പോലെ സ്നേഹത്തോടെ നടക്കുമ്പോൾ ഈ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടപ്പോഴാണ് അവർക്ക് ആദ്യമായി ഭയം വരുന്നത്. ദൈവം വിളിച്ചപ്പോൾ ഹല്ലേലൂയ ആദാമേ നീ എവിടെ എന്ന് ചോദിക്കുമ്പോൾ ആദാം പറയുകയാണ്, ഹല്ലേലൂയ
നിന്റെ ഒച്ച കാലൊച്ച കേട്ടപ്പോൾ ഞങ്ങൾ ഭയപ്പെട്ട് വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഒളിച്ചിരിക്കുന്നു. എന്നാൽ തലേ ദിവസം വരെയും പാപം ചെയ്യാതിരുന്നപ്പോൾ ദൈവശബ്ദം കേട്ടപ്പോൾ ഭയമുണ്ടായില്ല. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഭയമുണ്ടായത്? ദൈവം തിന്നരുതെന്ന് പറഞ്ഞ വൃക്ഷഫലം തിന്ന് ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചപ്പോൾ, അവരിൽ പാപം കടന്നപ്പോഴാണ് അവർക്ക് ഭയമുണ്ടായത്. ഹല്ലേലൂയ, ആമേൻ. നമ്മുടെ ജീവിതത്തിലും യേശുവിനെ പ്രാർത്ഥിച്ച് യേശുവിന്റെ മക്കളായി ജീവിക്കുമ്പോൾ നമുക്ക് ഒരു ഭയവുമില്ല. ഏത് സാത്താൻ വന്നാൽ യേശുവിന്റെ നാമത്തിൽ പോ പിശാചേ എന്ന് പറഞ്ഞ് അവനെ തള്ളി പുറത്താക്കുന്നു. എന്നാൽ പിശാചിന് കയറുവാൻ നമ്മുടെ ശരീരത്തിലെ പഞ്ചേന്ദ്രിയങ്ങളായ കണ്ണ്, മൂക്ക്, ചെവി, നാക്ക്, ത്വക്ക് ഇതിന്റെ വാതിലുകളെ തുറന്നു കൊടുത്ത് പിശാച് കയറി കഴിയുമ്പോഴാണ് ഭയമുണ്ടാകുന്നത്. ഹല്ലേലൂയ, ആമേൻ. അങ്ങനെ നഗ്നരായിരുന്ന മനുഷ്യനെ അവർ തൻ്റെ സ്വന്തം ബുദ്ധിയിൽ അവർ അത്തിയിലയുണ്ട് വസ്ത്രമുണ്ടാക്കി ഉടുത്തു, നഗ്നത മറച്ചു. എന്നാൽ വെയിൽ വന്നപ്പോൾ അത് വാടിപ്പോയി, ഇല ഉണങ്ങിപ്പോയി. എന്നാൽ ദൈവം ആ ഏദൻ തോട്ടത്തിനകത്ത് ഒരു മൃഗത്തെ കൊന്ന്, ഒരാട്ടിൻകുട്ടിയെ കൊന്ന് അതിൻ്റെ തോലെടുത്ത് അവർക്ക് വസ്ത്രം ഹല്ലേലൂയ കൊടുത്ത് അവരെ നഗ്നത മറച്ചു. ഇതുപോലെ ആദ്യ മനുഷ്യനായ ആദാം പാപം ചെയ്ത് ദൈവകൽപ്പന ഹല്ലേലൂയ, ആമേൻ, അനുസരിക്കാതെ ആ കൽപ്പന ലംഘിച്ചു പാപം ചെയ്ത് നിത്യനരകത്തിന്റെ വഴിയിലേക്ക് യാത്ര തിരിച്ച മനുഷ്യനെ ഒടുക്കത്തെ ആദാമായ യേശു കർത്താവ് കാൽവരി ക്രൂശിൽ തൻ്റെ യാഗത്തിലൂടെ നിത്യനരകത്തിലേക്ക് പൊക്കൊണ്ടിരുന്ന മനുഷ്യനെ യേശുവിന്റെ രക്തം വില കൊടുത്ത് ഹല്ലേലൂയ അവരെ വിലയ്ക്ക് വാങ്ങി. ഇനി താങ്കൾക്കുള്ളവരല്ല, ദൈവത്തിനുള്ളവരാണ്. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നതിന് വേണ്ടിയാണ് യേശു കർത്താവ് നമ്മുടെ മേൽ വന്നത്. ഹല്ലേലൂയ. യാതൊരു മാന്യതയും ഇല്ലായിരുന്ന ഒരു കഴുതയെ ഹല്ലേലൂയ യേശു കർത്താവ് കഴുതയുടെ മേൽ കയറിയപ്പോൾ കൂടി നിന്ന ജനങ്ങൾ ഹോശന്ന വിളിച്ചുകൊണ്ട് അവരുടെ വസ്ത്രങ്ങളും മരക്കൊമ്പുകളും ചില്ലകളും വെട്ടിയിട്ട് പരവതാനി ഒരുക്കി അതിൽ കൂടി ആ കഴുത കടന്നുപോയി. എന്തുകൊണ്ടാണ്? അതുവരെ ഒരു മാന്യതയില്ലാതെ ചെളിയിൽ നടന്ന ഒരു കഴുത ഹല്ലേലൂയ യേശു കർത്താവ് വാഹനമേറിയപ്പോൾ അത് മാന്യതയുള്ളതായി തീർന്നു. ഇതുപോലെ പ്രിയരെ, നാമും യാതൊരു പിശാചിന് ഇടം കൊടുത്ത് യാതൊരു വിലയുമില്ലാതെ പാപത്തിന് അടിമപ്പെട്ട് സ്വസ്ഥതയും സമാധാനമില്ലാതെ ഭയത്തോടെ ഇരിക്കുന്ന നമ്മെ നമ്മുടെ പാപം യേശു കർത്താവ് ഏറ്റുപറഞ്ഞ് നാം യേശുവിനോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യേശുവിന്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരണം പ്രാപിച്ച് യേശുവിന്റെ മക്കളായി കഴിയുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ ഭയം മാറുന്നു, നമ്മുടെ അശുദ്ധികൾ കർത്താവ് മാറ്റുന്നു. യേശു കർത്താവിന് വാഹനമേറുവാൻ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ നാം മാന്യതയുള്ളവരായി തീരുന്നു. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കുമെന്ന്. ഹല്ലേലൂയ. അതുകൊണ്ട് നാം നമ്മെ പൂർണ്ണമായി 100% ദൈവ ഇഷ്ടത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക. നാം ഇതുവരെ നമ്മുടെ ഇഷ്ടത്തിന് ജീവിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്, ദൈവഹിതം ഇന്നത് എന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെടേണ്ടത് ആവശ്യമാണ്. ആയതിനാൽ നാളുകളിൽ കർത്താവേ, എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനെ, എൻ്റെ അപ്പൻ്റെ ഇഷ്ടം, എൻ്റെ യേശു കർത്താവ് എന്നെക്കുറിച്ച് എന്താഗ്രഹിക്കുന്നു അതിൻ പ്രകാരമായി തീരുവാൻ നമ്മെ തന്നെ സമർപ്പിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ കർത്താവ് നമ്മെ കുശവന്റെ കയ്യിലിരുന്ന് ഉടഞ്ഞുപോയ പാത്രത്തെ കുശവൻ തനിക്കിഷ്ടമുള്ളതുപോലെ മാനമുള്ളൊരു പാത്രമായി മെനഞ്ഞെടുത്തതുപോലെ കർത്താവ് നാളുകളിൽ നമ്മയും മെനയുവാൻ ഇടയായി തീരും. അതിനായി നമ്മെ തന്നെ കർത്താവിൻ്റെ കരത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്നേഹവാനായ നല്ല ദൈവമേ കർത്താവേ, ഒരിക്കൽ കൂടി അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുവാനും അങ്ങേ നോക്കി സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും അങ്ങ് തന്ന ഈ അവസരത്തിനായി സ്തോത്രം. പാടുവാനും വചനം വായിക്കുവാനും വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചിന്തിക്കുവാനും തക്കവണ്ണം ഹല്ലേലൂയ അങ്ങൊരു അവസരം തന്നതിനായി നദിയോടെ സ്തുതിക്കുന്നു. ഭയത്തോടെ, ഭാരത്തോടെ, രോഗത്തോടെ, നിരാശയോടെ ഇരിക്കുന്ന ഏത് വ്യക്തിയാണോ ഇത് കേൾക്കുന്നത്, അവരുടെ ജീവിതത്തിൽ ഈ സമയം ഒരു മാനസാന്തരത്തിന്റെ ദിനമായി തീരുവാൻ അങ്ങ് സഹായിക്കണം. യേശുവിനെ നാഥനും കർത്താവും രക്ഷകനുമായി ഹൃദയത്തിൽ സ്വീകരിച്ച് ദൈവത്തിന്റെ കൽപ്പനയായ മാനസാന്തരം, സ്നാനം, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ട മക്കളായി തീരുവാൻ എല്ലാവരെയും അങ്ങ് സഹായിക്കണം. നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കുമെന്ന് അരുളി ചെയ്ത കർത്താവേ, ഞങ്ങൾ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി തീരുവാൻ അങ്ങ് സഹായിക്കണം. അനുഗ്രഹിക്കുമാരിക്ക് കൃപയ്ക്കുള്ളിൽ മറച്ചുകൊള്ളും. യേശു കർത്താവിന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. യേശുവിന്റെ സമാധാന സകല ഹൃദയങ്ങളിൽ നിറയുമാറാകട്ടെ. ആമേൻ.